നമ്മളൊക്കെ പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിരത്തി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കടബാധ്യത മാറണം, രോഗങ്ങൾ മാറണം, ബിസിനസ് മെച്ചപ്പെടണം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഭവനം, ഇങ്ങനെ നിരയായി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന ഇരട്ടി പ്രതിഫലമായിരിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോബ് എന്ന വ്യക്തി. നമ്മൾ കാണുന്നുണ്ട്, ജോബിനുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിന് ലഭിച്ചത്. 7000 14,000 ആകുന്നു, 3000 6000 ആകുന്നു, 500 1000 തീരുന്നു. അതുപോലെ അവൻ്റെ മക്കളെ ദൈവം തിരിച്ചു കൊടുത്തപ്പോൾ മക്കളെപ്പോലെ സുന്ദരികളായ സ്ത്രീകൾ ആ ദേശത്തുണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ ജോബിൻ്റെ ജീവിതത്തിൽ ജോബ് തൻ്റെ ആവശ്യങ്ങളോടൊപ്പം ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇതെല്ലാം ലഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ നിരത്തി പ്രാർത്ഥിക്കണം, ഒപ്പം മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് കടബാധ്യതയുണ്ടോ, മറ്റുള്ളവരുടെയും കടബാധ്യത ഓർക്കുക. നമ്മൾ രോഗികളാണോ, മറ്റുള്ളവരുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റ് പലരുടെയും പല ആവശ്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. നമ്മുടെ ആവശ്യത്തോടൊപ്പം അതും ചേർത്ത് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നമ്മുടെ പ്രാർത്ഥന ഇരട്ടിയായി ദൈവം നമുക്ക് തരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രാർത്ഥിക്കാം, നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.